ആ വർമ്മ സാറ് നമസ്കാരം. ആ വാ, എല്ലാവരും ഇരിക്കാം. രാധമ്മ ഇരിക്ക്. രാധമ്മ വേണമെങ്കിൽ എന്നെ ഇരുത്തും, പക്ഷെ ഇവിടെ ഇരിക്കില്ല. അതിരിക്കട്ടെ, എല്ലാവരും കൂടി വരണമെന്ന് സാറ് പറഞ്ഞു. എന്താ കാര്യമെന്ന് പറഞ്ഞില്ലല്ലോ. നമുക്കാർക്കും നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു മുൻവിധിയും പറയാൻ പറ്റില്ലല്ലോ. ഒരു അല്പ നിമിഷത്തിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുന്ന ആർക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അത് പിന്നെ ജീവിതം അങ്ങനെയല്ലേ സാറേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇക്കൊല്ലത്തെ വിഷു നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ ആഘോഷിക്കാം. അത് വേണം ഓർമ്മ സാറേ. ഇതൊരു കൂട്ടുകുടുംബമല്ലേ. ഞങ്ങളിവിടെ താമസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എല്ലാവരുടെയും ഇഷ്ടം നോക്കിയല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടം നോക്കിയാ ജീവിക്കുന്നത്. ഈ വീട് എന്റേതാണ്. നിങ്ങളെല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണ്. എന്റെ മകളുടെ വീട്ടുകാരുമാണ്. എനിക്ക് മറ്റു ബന്ധങ്ങളൊന്നുമില്ല. നമ്മുടെ ശ്രീലക്ഷ്മിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് പടക്കം പൊട്ടിക്കലും മറ്റു വലിയ ആഘോഷ പരിപാടികളും ഒന്നും വേണ്ട. പക്ഷേ നാളെ ഇവിടെ കണ്ണനെ വിഷുക്കണി കണ്ടിട്ട് ദോഷങ്ങളൊക്കെ മാറി ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് പിരിയാം. എന്തു പറയുന്നു? സാറങ്ങനെ പറഞ്ഞാ പിന്നെ ഞങ്ങളെന്ത് പറയാനാ? അങ്ങനെ ആവട്ടെ. അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോഴേ പ്രിയച്ചിക്ക് കാര്യം മനസ്സിലായി. അതാ ബാഗ് എടുത്തിട്ട് വന്ന്. അല്ല, അത് പിന്നെ ഞാൻ മന്ത്രിയുടെ പിയതിനു ശേഷം എവിടെ പോയി നമ്മളൊരു ബാഗ് എടുക്കും? അതെന്തിനാ? കൈക്കൂലി വാങ്ങുന്നത് സൂക്ഷിക്കാനാ? പ്രതാപ, അന്ന് പറഞ്ഞ കാര്യം ചേച്ചി ഇപ്പോഴും ആവർത്തിക്കുക. രാധമ്മയുടെ പേരിലുള്ള ഈ ആരോപണം വളരെ വലുതാ. ഇങ്ങനെയുള്ളൊരാളോടൊപ്പം ഒന്ന് നിർത്തിയേച്ചി. രാധമ്മയുടെ പേരിലുള്ളത് ആരോപണം മാത്രമാണ്, സത്യമല്ല.